أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 75-ാമത്തെ ആയത്തിന്റെ അർത്ഥവും ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറയുകയുണ്ടായി. ഇന്ന് ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യം, അതായത് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത് വളരെ സംക്ഷിപ്തമായി വിശദീകരിക്കാനാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ആദ്യം ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഫതത്മഊന എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്നാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതായത് ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്ന സത്യവിശ്വാസികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന്. എന്ത്? അയ്യുമിനൂ ലക്കും, അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന്. അതായത് മദീനയിലുണ്ടായിരുന്ന യഹൂദികൾ അവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുപോയ ആളുകളാണ്. അവരുടെ പൂർവികരായ പിതാക്കന്മാർക്ക് കൃത്യമായ മാർഗദർശനം ലഭിച്ചിട്ടും അള്ളാഹുവിൽ നിന്നുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾക്ക് അവർ സാക്ഷികളായിട്ടും അവരുടെ ഹൃദയം പാറക്കല്ലിനേക്കാൾ കഠിനമായി പോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദികളെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കി കൊടുക്കാനാണ് അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? فقد كان فريق منهم يسمعون كلام الله ثم يحرفونه. അവരിൽ നിന്ന് ഒരു കൂട്ടർ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും പിന്നീട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നു എന്ന്. ഇവിടെ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും പിന്നീട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്ന ആളുകൾ അവർ യഹൂദികളിലെ ഒരു കൂട്ടരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അവരിലെ പണ്ഡിതന്മാരും മതനേതാക്കളുമാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ച, അള്ളാഹു ഇവിടെ വിമർശിച്ച ആ ഒരു കൂട്ടം ആളുകൾ. അവരിലേക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥങ്ങളിലെ വാക്കുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വാക്കുകളുടെ ശരിയായ അർത്ഥങ്ങളിൽ നിന്ന് മാറ്റി അവർക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റിമറിക്കുമെന്നാണ്. അവരുടെ ആ പ്രവർത്തനത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുമ്മ യുഹരിഫൂന, പിന്നീട് അതിനെ അവർ മാറ്റിമറിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, എങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നപ്പോഴാണ് അവർ ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളെ മാറ്റിമറിച്ചത്? അവർക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്തത് കൊണ്ടല്ല, കേവലം സംഭവിച്ചു പോകുന്ന ഒരു അബദ്ധമായിട്ടല്ല അവർ ആ രൂപത്തിൽ പ്രവർത്തിച്ചത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ, അത് അവർ ഗ്രഹിച്ചതിന് ശേഷമാണ്, അവർ അറിഞ്ഞും കൊണ്ടാണ് ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ മാറ്റിമറിക്കുന്നത് എന്ന അല്ലാഹു പറയുന്നത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സത്യമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശരിയായ രൂപത്തിൽ ഗ്രഹിച്ചതിന് ശേഷമാണ് അവർ ആ സത്യത്തെ എതിർക്കുവാൻ തയ്യാറായത്. അള്ളാഹുവിന്റെ സംസാരത്തെ അവർ ദുർവ്യാഖ്യാനിക്കുമ്പോൾ, അവർ അതിനെ മലിനമാക്കാൻ ശ്രമിക്കുമ്പോൾ, അവർ ചെയ്യുന്ന ആ അക്രമത്തെക്കുറിച്ച് അവർക്ക് നല്ല ഗ്രാഹ്യതയും അറിവും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ മാഇദയിലെ 13-ാമത്തെ ആയത്തിൽ അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, അവർ കരാറ് ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു അവരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു എന്നാണ് അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, പൂർവികരായ പണ്ഡിതന്മാർ അവർ പറയുന്നത് ഈ ഒരു സ്വഭാവം യഹൂദികളിൽപ്പെട്ട പണ്ഡിതന്മാരുടെ സ്വഭാവമായിരുന്നു എന്നാണ്. അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കുകയും
അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ അവർ ഹറാമാക്കുകയും ചെയ്യുമെന്നാണ്. ശരിയായ നന്മ നിറഞ്ഞ കാര്യങ്ങൾ കുറ്റകരമാണെന്നും അതുപോലെ തിരിച്ച് കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ നന്മയാണെന്നും യഹൂദികളിൽപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒരു സത്യാന്വേഷിയായ മനുഷ്യൻ അവരിലേക്ക് ചെന്നുകൊണ്ട് ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ വിധി അനുസരിച്ചുകൊണ്ട് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ പണ്ഡിതന്മാർ അയാളിൽ നിന്ന് പണം കൈപ്പറ്റുകയും എന്നിട്ട് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിധിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ രൂപത്തിൽ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ കൈക്കൂലി കൊടുത്ത് അതിനെതിരായി വിധി പറയുവാൻ വേണ്ടി അവരെ സമീപിച്ചാൽ അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലുള്ള വിധിയെ അവർ അറിഞ്ഞുകൊണ്ട് മാറ്റിപ്പറയുമെന്നതാണ് പൊതുവിൽ യഹൂദ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ നിയമത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രവണത അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഈ യഹൂദികൾ പുറത്തെടുത്തിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം പണ്ഡിതന്മാര് ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അതായത് യഹൂദികളിൽപ്പെട്ട ഒരു പുരുഷനും ഒരു സ്ത്രീയും വ്യഭിചരിക്കുകയാണ്. അങ്ങനെ ആ വ്യഭിചാരം പുറത്തു വന്നപ്പോൾ, ആ വ്യഭിചാരം പിടിക്കപ്പെട്ടപ്പോൾ വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞു കൊല്ലണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലൂടെ ഇസ്രായേൽ ജനതയിൽ നിയമമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ അന്ന് ആ എറിഞ്ഞു കൊല്ലേണ്ട വിധിക്ക് പകരം അവർ മറ്റൊരു വിധി നിർമ്മിക്കുകയാണ്. അത് അവിടെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുഖത്ത് ചൂടുകുത്തുകയും കഴുതപ്പുറത്ത് തിരിച്ചിരുത്തിക്കൊണ്ട് അങ്ങാടിയിൽ മുഴുവൻ ചുറ്റിച്ച് അവരെ മൊത്തത്തിൽ അപമാനിക്കുക എന്ന നിയമം അവിടെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് ആ യഹൂദികൾ ആ സമയം ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മദീനയിൽ രംഗപ്രവേശം ചെയ്ത, മദീനയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവിടെ വ്യഭിചരിച്ച ആ രണ്ടാളുകൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആളുകളെ അയക്കുന്നത്. ഒരു അനുകൂലമായ വിധിയാണ് അവർക്ക് ഈ വിഷയത്തിൽ കിട്ടുന്നതെങ്കിൽ ആ വിധി അവർക്ക് സ്വീകരിക്കാമെന്നും അങ്ങനെ ഒരു പ്രവാചകന്റെ വിധി കിട്ടിയെന്ന് ആശ്വസിക്കാമെന്ന് അവർ കരുതുകയാണ്. അതല്ല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിക്കുന്നത് അവർക്ക് അനുകൂലമല്ലാത്ത ഒരു വിധിയാണ് എങ്കിൽ ഈ വിധി ഞങ്ങൾ തൗറാത്തിന്റെ ആളുകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ വിധിയെ തള്ളിക്കളയുവാൻ വേണ്ടി സാധിക്കുമെന്ന ഒരു നിലപാടിലേക്ക് അവരെത്തിച്ചേരുകയാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടാണ് യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിധി തേടിപ്പോകുന്നത്. എന്നാ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്തതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളോട് അവരുടെ കയ്യിലുള്ള തൗറാത്തിന്റെ നിയമമനുസരിച്ച് ആ വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിക്കുന്നത്. ആ സമയം യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയാണ്. അവർ പറയുകയാണ്, തൗറാത്തിൽ അങ്ങനെ ഒരു വിധിയില്ല എന്ന് യഹൂദികൾ ഉറപ്പിച്ചുകൊണ്ട് വാദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന മുമ്പ് ഒരു യഹൂദ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൗറാത്തിൽ എറിഞ്ഞു കൊല്ലുവാനുള്ള വിധിയുണ്ട് എന്ന് എനിക്കറിയാം. ആ സദസ്സിൽ അദ്ദേഹം ആ കാര്യം അഭിപ്രായപ്പെടുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തൗറാത്ത് കൊണ്ടുവരുവാൻ വേണ്ടി കൽപ്പിക്കുകയും എന്നിട്ട് ആ ഭാഗം വായിച്ചു കേൾപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഇബ്നു സൂരിയ എന്ന് പറയുന്ന വ്യക്തി ആ തൗറാത്ത് എടുത്തുകൊണ്ട് ഈ വിഷയത്തെ പരാമർശിച്ചു വന്ന ഭാഗം അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഇബ്നു സൂരിയ ആ ഭാഗം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ അവിടെ കൈവച്ച് മറച്ചുകൊണ്ട് അതിനപ്പുറത്തുള്ള ഭാഗം വായിച്ചു കേൾപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ആ മറച്ചുവെച്ച ഭാഗത്ത് നിന്ന് കൈയെടുക്കുവാൻ ആവശ്യപ്പെടുകയും അതുകൂടി വായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ തൗറാത്തിൽ വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞുകൊല്ലുവാൻ അള്ളാഹു കൽപ്പിക്കുന്ന ഭാഗമാണ് ഉള്ളത് എന്നും അതുപോലെയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന് എല്ലാ ആളുകൾക്കും ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ചില റിവായത്തുകളിൽ കാണാൻ കഴിയും, ആ സമയം അവിടെ മൗനം അവലംബിച്ചു നിന്ന യഹൂദികളിൽപ്പെട്ട ഒരാളോട് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ സത്യം തുറന്നു പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ അയാൾ സത്യം തുറന്നു പറയുകയാണ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലണമെന്ന് തൗറാത്തിലുള്ള നിയമമാണ്.
എന്നാൽ കുലീന കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ആ നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും പിന്നീട് അതൊരു അംഗീകൃത നടപടിയായി ഞങ്ങൾക്കിടയിൽ മാറുകയാണ് ഉണ്ടായത് എന്ന് ആ യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തമാക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദികളെ വിമർശിക്കാൻ കാരണം. അവർ കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം അറിഞ്ഞും കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകളെ മാറ്റിമറിക്കുന്നതാണ് എന്നാണ് സഹോദരങ്ങളെ ഈ സംഭവത്തിൽ നിന്ന്, ഈ ഉദാഹരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 75-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് ഇവിടെ പറയാനുള്ളത്. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിദുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.